പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമമായ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ ഇത് വളരെ സജീവമായി ചർച്ച ചെയ്യുകയാണ് ദേശീയ മാധ്യമങ്ങൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് മീഡിയ ഗ്രാമം ഈ സ്റ്റോറി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു പ്രസ്താവന അത് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഡെറിക് ഒബ്രിയാന്റേതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ വിജയിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തായി നരേന്ദ്രമോദിയുടെ ഒരു രാജി ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് ഇന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നുകൊണ്ടുമല്ല, പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള കള്ളത്തരങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി അഴിച്ചുവിട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ അരഡസനോളം വരുന്ന മുഖ്യമന്ത്രിമാരുമെല്ലാം ക്യാമ്പ് ചെയ്താണ് പശ്ചിമ ബംഗാളിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ചത്. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന 152 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നു തന്നെ BJPക്ക് വിജയിക്കാനുള്ള സീറ്റുകൾ ലഭിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം പ്രചാരണം അവസാനിപ്പിച്ച നരേന്ദ്രമോദി ദില്ലിയിലേക്ക് വിമാനം കയറുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് മറ്റൊന്നല്ല. സത്യപ്രതിജ്ഞയ്ക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി പശ്ചിമ ബംഗാളിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. സത്യത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 142 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാരെ എല്ലാ കള്ളത്തരവും പറഞ്ഞ് സ്വാധീനിക്കാനുള്ള അപകടകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയാണ് ഭാരതീയ ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ കാണിച്ചത്. മമതാ ബാനർജി 2011 മുതൽ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന 2 പേർ ജയിലിൽ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും. ഹേമന്ത് സോറൻ ഏകദേശം 5 മാസക്കാലമാണ് ജയിലിൽ കഴിഞ്ഞത്. പക്ഷെ 2011 മുതൽ അധികാരത്തിലിരിക്കുന്ന പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. തലങ്ങും വിലങ്ങും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും നേരിട്ടൊരു യുദ്ധത്തിനുള്ള ശക്തി BJPക്ക് പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ഉണ്ടായില്ല. അങ്ങനെയാണ് പശ്ചിമ ബംഗാളിന്റെ മണ്ണിലേക്ക് അവർ ഒരു ഗവർണറെ പറഞ്ഞയച്ചത്, മലയാളിയായ ആനന്ദ ബോസിനെ. പക്ഷേ ആനന്ദ ബോസും ഡൽഹിയിലെത്തിയപ്പോൾ മമതാ ബാനർജിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത്. പാതി വഴിയിൽ വെച്ച് അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നടക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ജനാധിപത്യ അട്ടിമറി വോട്ടേഴ്സ് ലിസ്റ്റിൽ നടന്നു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1,02,00,000 ആളുകളെയാണ് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത്. ഒന്നാം ഘട്ടത്തിൽ 90 ലക്ഷം പേരെ, അതിനുശേഷം 27 ലക്ഷം ആളുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി അതിൽ നിന്ന് 12 ലക്ഷം ആളുകളെ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പരിപൂർണമായി മാറ്റിയിരിക്കുന്നു. 1 കോടി ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് SIRന്റെ പേരിൽ തള്ളി മാറ്റിയതിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന BJPയുടെ വ്യാമോഹമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ചിലപ്പോൾ വൈകുന്നേരത്തോടുകൂടി വരാൻ സാധ്യതയുള്ള ചില സർവേകളെങ്കിലും എക്സിറ്റ് പോളുകളിലെങ്കിലും BJPക്ക് ചെറിയ മേൽക്കൈ ലഭിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടാകും. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നടന്ന പല എക്സിറ്റ് പോളുകളിലും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള പോൾ സർവേകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയെല്ലാം അവർ വിജയിച്ചു കയറി. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ മൊത്തം മമതാ ബാനർജി നേടിയത് 224 സീറ്റുകളാണ്. അതായത് 294-ൽ
224 സീറ്റുകളിലും വിജയിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ മുന്നണി അധികാരത്തിലേക്ക് വന്നത്. വെറും 65 സീറ്റുകളിൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടി ഒതുങ്ങി. ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും വ്യത്യസ്തമായതൊന്നും സംഭവിക്കാൻ സത്യത്തിൽ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ സാധ്യതയില്ല. അങ്ങനെയാണ് കള്ളത്തരങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കാൻ BJP തയ്യാറായത്. 93.2% ആളുകളാണ് ഒന്നാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ വോട്ട് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലും ആ വോട്ടിൽ വലിയ വ്യത്യാസം വരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ BJP നടത്തിയ പല രീതിയിലുള്ള അടവ് നയങ്ങളുണ്ട്. പ്രത്യേകിച്ച് പല അന്വേഷണ ഏജൻസികൾ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്നും മമതാ ബാനർജിക്ക് പിന്തുണ നൽകുന്ന പല പ്രമുഖരെയും ഭീഷണിപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഭരണകൂടം തയ്യാറായി. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന് ഒരു IPS ഓഫീസറെ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം 2000-ഓളം വരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ എന്ന് പ്രാദേശിക തലത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളെ കരുതൽ തടങ്കലിലാക്കി. അതിനെല്ലാം അപ്പുറം ഏകദേശം 3.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സൈന്യത്തെയാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ, കാവലിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നത്. 3.5 ലക്ഷം സൈനികർ ഒന്നാം ഘട്ടത്തിൽ നടന്ന വോട്ടെടുപ്പിൽ അണിനിരന്നപ്പോൾ സ്വാഭാവികമായും ഒരു ഭയപ്പാട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടായി. ജനാധിപത്യത്തെ ഇത്രമേൽ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടോ എന്ന വലിയ ചോദ്യം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഉയർന്നു വന്നത്. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളം, അസം, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങളിൽ BJP ഏറ്റവും ശക്തമായി കണ്ണും നട്ടിരുന്നത് പശ്ചിമ ബംഗാളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ജയിലിൽ അടക്കാൻ കഴിയാതെ മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രിയായി പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ സർവ്വ പ്രതീക്ഷയുമായി 15 വർഷക്കാലം മുന്നേറിയ മമതാ ബാനർജിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ധൈര്യമുണ്ടായില്ല. അങ്ങനെയുള്ള ഒരു മിടുക്കിയായ മുഖ്യമന്ത്രിയെ ഏതർത്ഥത്തിലാണ് പൂട്ടുക എന്നുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടും BJPക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കള്ളപ്രചരണങ്ങൾ ധാരാളമായി ഉണ്ടാക്കി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അത്തരം കള്ളപ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. 2011 മുതൽ ഇപ്പോൾ ഈ 2026 വരെ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ജൈത്രയാത്ര, അത് ഈ തെരഞ്ഞെടുപ്പിലും കൂടി തുടരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. 3.5 ലക്ഷം കേന്ദ്ര സൈന്യത്തെ ഇറക്കിയതുകൊണ്ടോ, അതല്ലെങ്കിൽ 2000-ഓളം ആളുകളെ IPS ഓഫീസറെ ഉപയോഗിച്ചുകൊണ്ട് കരുതൽ തടങ്കലിൽ ആക്കിയതുകൊണ്ടോ, 1.2 ലക്ഷം വോട്ടർമാരുടെ വോട്ട് SIRന്റെ മറവിൽ തള്ളിയതുകൊണ്ടോ പശ്ചിമ ബംഗാളിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നു തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 4-ാം തീയതി വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും BJPക്ക് വലിയ അടിതെറ്റാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഡെറിക് ഒബ്രിയാൻ ഇപ്പോൾ ഉയർത്തിവിട്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ചലഞ്ച്, മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ വിജയിച്ചാൽ നരേന്ദ്രമോദി രാജിവെക്കുമോ എന്ന വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ധീരതയും ആ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വവും നരേന്ദ്രമോദിയും BJPയും കാണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.